ഇത് അത്യാവശ്യം കുറേ മുന്നേ ചെയ്തിട്ടുള്ളൊരു വർക്ക് ആട്ടോ. പക്ഷേ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനിപ്പം ഇതിന് വേണ്ടിയിട്ടായിട്ട് എടുത്തതാണ്. മൂൺ കോഡസ് ആണ് റെഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റെഫറൻസ് ഫോട്ടോ ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. അപ്പോൾ അതേ സാരിക്ക് വേണ്ട 5 മീറ്റേഴ്സ് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഷെയ്ഡ് സെലക്ട് ചെയ്തേക്കുന്ന ഒരു ഡാർക്ക് ഗ്രീൻ ആട്ടോ. ഗ്രീൻ ഓൾവേസ് നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉള്ളതാണ്. അതുകൊണ്ട് ഗ്രീനിൻ്റെ എല്ലാ ഷെയ്ഡും ഞാൻ പരീക്ഷിക്കും. അതേ സാരിയുടെ സൈഡ് വരുന്നത് സ്കാലപ്പ് വർക്കാണ്. നമ്മൾ സിൽവർ കളർ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് റെഫറൻസ് ഉണ്ടായത് ഗോൾഡൻ ഷെയ്ഡിലായിരുന്നു. പക്ഷേ ആ റെഫറൻസ് ഫോട്ടോ ഞാനിവിടെ കൊടുക്കാൻ വിട്ടുപോയി. റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഓർമ്മ വന്നത്. ഓൾമോസ്റ്റ് ആ ഒരു റെഫറൻസ് പോലെ തന്നെ സെറ്റായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഏതായാലും റെഫറൻസ് ഫോട്ടോ കൊടുക്കാൻ വിട്ടുകൊണ്ട് നമുക്ക് എന്തും പറയാമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത്. റെഡി ടു വെയർ സാരി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഹാൻഡ് വർക്ക് ഈ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത്. പിന്നെ സ്കാലപ്പ് വർക്ക് ഫുള്ളായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ടെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2.5 മീറ്റേഴ്സാണ് നമ്മൾ സ്കാലപ്പ് വർക്ക് ചെയ്യാറുള്ളത് നോർമലായിട്ട് സാരിയിൽ. അതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളത് ആ ഒരു ചെസ്റ്റ് ഏരിയയിലുള്ള ആ ഒരു ഹാൻഡ് വർക്കാണ്. പിന്നെ സാരി ഉടുക്കാൻ അറിയാത്ത ആളായാലും പ്രശ്നമൊന്നുമില്ല. റെഡി ടു വെയർ ആണ്. നമുക്ക് ആർക്ക് വേണേലും പെട്ടെന്ന് ഉടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഉടുക്കാൻ വേണ്ടിയിട്ട് ആരും ഹെൽപ്പ് വേണ്ട എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ലേഡീസിൻ്റെ ഡ്രസ്സ്. അപ്പോൾ ആർക്കെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിഡ്സ് വെയർ ആണ് നമ്മുടെ മെയിൻ എങ്കിലും ഇപ്പോൾ ലേഡീസ് വെയറിലേക്കും മെയിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വരുന്നത്.